ശനിയാഴ്ച നടക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി ചില മുൻവർഷ ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, LPG ലീക്ക് തിരിച്ചറിയാനായി ഗന്ധം നൽകുന്നതിന് LPGയിൽ ചേർത്തിരിക്കുന്ന രാസവസ്തു ഈഥൈൽ മെർക്യാപ്റ്റനാണ്. നമുക്കറിയാം LPG അല്ലെങ്കിൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിനെ സംബന്ധിച്ച് അതിനെന്തില്ല, നിറമോ മണമോ ഇല്ല. അപ്പോൾ അതിന് ലീക്കുണ്ടായാൽ നമുക്ക് തിരിച്ചറിയാൻ അതിൽ എന്ത് രാസവസ്തു ചേർത്തിട്ടുണ്ട്? ഈഥൈൽ മെർക്യാപ്റ്റൻ. ഓർക്കണേ. 2, പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? നോക്കണേ. ഒന്നാമത്തെ ഓപ്ഷൻ, പൊള്ളലേറ്റ ഭാഗത്തുണ്ടാകുന്ന കുമിളകൾ പൊട്ടിക്കരുത്. അത് ശരിയാണ്. കാരണം നമുക്കറിയാം സെക്കൻഡ് ഡിഗ്രി ബേൺ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ശരീരത്ത് എന്തുണ്ടാകുന്നത്? ഈ പറഞ്ഞ കുമിളകൾ ഉണ്ടാകുന്നത്. ആ കുമിളകൾ പൊട്ടിക്കാൻ പാടില്ല. ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. 2, പൊള്ളലേറ്റ ഭാഗത്ത് വസ്ത്രം ഉരുകിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യരുത്. നോക്ക്, അത് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്താണ്, ഈ അപകടത്തിൻ്റെ തീവ്രത കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഈ പറഞ്ഞ പൊള്ളലേറ്റ ഭാഗത്ത് വസ്ത്രങ്ങൾ ഉരുകിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അത് നീക്കം ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ ഓപ്ഷൻ, പൊള്ളലേറ്റ ഭാഗം ലഭ്യമായ തുണി കൊണ്ട് കെട്ടിവയ്ക്കണം. അത് തെറ്റായ ഓപ്ഷനാണ്. ഒരു കാരണവശാലും പൊള്ളലേറ്റ ഭാഗം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? തുണി കൊണ്ട് കെട്ടാൻ പാടില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ആ പൊള്ളലേറ്റ ഭാഗത്തേക്ക് ലൈവ് ടാപ്പ് വാട്ടർ ഉപയോഗിക്കണം. മൂന്നാമത്തെ ചോദ്യം, പ്രഥമ ശുശ്രൂഷയിൽ CPR എന്തിനെ സൂചിപ്പിക്കുന്നു? CPR അല്ലേ, കാർഡിയോ പൾമിനറി റെസിസിറ്റേഷൻ. കാർഡിയോ പൾമിനറി റെസിസിറ്റേഷൻ എന്നതാണ് CPR.